നമസ്കാരം. SAP FICO, SD എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പല സ്ഥലങ്ങളിൽ ബോർഡും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് SAP? അക്കൗണ്ടിങ് ജോലിക്കായിട്ട് പഠിക്കേണ്ട മൊഡ്യൂൾ എന്താണ് SAPയിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. എൻ്റെ പേര് ആനന്ദ്, ചാർട്ടർ അക്കൗണ്ടാണ്. SAP FICO മൊഡ്യൂളിൽ ഗ്ലോബലി സർട്ടിഫൈഡുമാണ്. ഞാൻ കോളേജുകളിൽ സെമിനാറിനൊക്കെ പോകുമ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഡൗട്ട്, എന്താണ് SAP? അത് പഠിച്ചാൽ ജോലി കിട്ടുമോ? നല്ല സാലറി കിട്ടുമോ? എവിടേക്കാണ് ജോലി കിട്ടുക? ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളിൽ നിന്ന് വരുന്ന ഡൗട്ട്സ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, SAP പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിലാവട്ടെ, ഇന്ത്യക്ക് പുറത്താവട്ടെ, ഇഷ്ടം പോലെ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് SAPയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ SAP ഒരു സാധാരണ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മാത്രമല്ല എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ERP കമ്പനികളിൽ ഒന്നാണ് SAP. അപ്പോൾ എന്താണ് ERP എന്ന് പറഞ്ഞാൽ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഒരു ബിസിനസ്സിൻ്റെ പല ഫങ്ഷൻസ് ഉണ്ടല്ലേ ഒരു ബിസിനസ്സിൽ. ഫിനാൻസ് ആവട്ടെ, HR ആവട്ടെ, ലോജിസ്റ്റിക്സ് ആവട്ടെ, സെയിൽസ് ആവട്ടെ, ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ERP എന്ന് പറയുന്നത്. ഇന്ത്യയിലെ അല്ലെങ്കിൽ വിദേശത്തെ ഒത്തിരി വലിയ കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ, ഒത്തിരി മൾട്ടിനാഷണൽ കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ലുലു പോലെ, VKC പോലെ, അക്സെഞ്ചർ പോലെ, അല്ലെ NIT പോലെ ഒത്തിരി കമ്പനികൾ SAP ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനിയിൽ ഒരു ജോലി കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റി എങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? SAP നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. SAPയിൽ ഫങ്ഷണൽ മൊഡ്യൂൾസും ഉണ്ട്, ടെക്നിക്കൽ മൊഡ്യൂൾസും ഉണ്ട്. SAP ഒരു കമ്പനിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ പല തരത്തിലുള്ള കസ്റ്റമൈസേഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ മൊഡ്യൂൾസിൽ നല്ല ഗ്രാഹ്യം വേണം. ഇനി മറ്റ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മൊഡ്യൂൾസാണ് ഫങ്ഷണൽ മൊഡ്യൂൾസ്. SAPയുടെ ഫങ്ഷണൽ മൊഡ്യൂൾസിൽ നമ്മൾ അക്കൗണ്ടൻസ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് FICO അല്ലെങ്കിൽ ഫിനാൻസ് ആൻഡ് കൺട്രോളിങ്. ഈ മൊഡ്യൂളാണ് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് എല്ലാ പർപ്പസിനും യൂസ് ചെയ്യുന്നത്. അക്കൗണ്ടൻസിന് ആവശ്യമുള്ളതും പഠിച്ചിരിക്കേണ്ടതും ഈ മൊഡ്യൂളാണ്. ഇതിൽ കൺസൾട്ടൻറ്റ് ലെവൽ ആൻഡ് എൻഡ് യൂസർ ലെവൽ എന്ന് പറയുന്ന 2 ലെവൽസ് ഉണ്ട്. അപ്പോൾ SAP ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ ഉള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് SAP കൺസൾട്ടൻറ്റ് ലെവലിൽ യൂസ് വരുന്നത്. SAP ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിൽ, കമ്പനികളിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വർക്ക് ചെയ്യുന്നത് SAP എൻഡ് യൂസേഴ്സാണ്. അപ്പോൾ BCom കഴിഞ്ഞ്, MCom കഴിഞ്ഞ്, BBA കഴിഞ്ഞ് അല്ലെങ്കിൽ MBA കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് SAPയുടെ എൻഡ് യൂസർ ലെവലാണ്. SAPയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റാണ് S/4HANA. 2015 SAP ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസർ ഇൻ്റർഫേസ് ആവട്ടെ, യൂസർ എക്സ്പീരിയൻസ് ആവട്ടെ, ഇതെല്ലാം വളരെ രീതിയിലുള്ള മാറ്റങ്ങൾ SAP ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ SAP ഫിനാൻസിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ SAP S/4HANA വേർഷനിലുള്ള ട്രെയിനിങ് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കുക. ഇനി നേരത്തെ നിങ്ങൾ SAP പഠിച്ചിട്ടുണ്ട്, അതായത് R3 പോലുള്ള വേർഷൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ വേർഷനിലേക്ക് നിങ്ങളുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ട്രെയിനിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ കൺസൾട്ടൻറ്റ് ലെവലും എൻഡ് യൂസർ ലെവൽ പ്രോഗ്രാമും ചെറിയൊരു പേര് മാറ്റത്തോടു കൂടിയാണ് SAP ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. SAP കൺസൾട്ടൻറ്റ് ലെവൽ SAP പ്രൊഫഷണൽ എഡീഷൻ എന്നും യൂസർ ലെവൽ SAP ബിസിനസ് എഡീഷൻ എന്നുമാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് SAP ഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സിൽ മാത്രമേ SAP ട്രെയിനിങ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. SAP കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങളൊരു സെൻറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് സെൻറ്റർ ആണോ എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക. SAP ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻറ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ട്രെയിനിങ് കഴിയുമ്പോൾ SAP ഓതറൈസ്ഡ് എക്സാമും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള SAPയുടെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള SAP കോഴ്സിനെ പറ്റിയും
ജോലി സാധ്യതയെ പറ്റിയും കൂടുതൽ അറിയാനായിട്ട് SAPയുടെ ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻ്ററായ ഫിൻപ്രൂവ് ലേണിംഗിൽ ബന്ധപ്പെടുക. ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്.